തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപകരണം കാണാതായ സംഭവത്തിൽ വകുപ്പ് തല അന്വേഷണം പൂർത്തിയായി. അന്തിമ റിപ്പോർട്ട് തിങ്കളാഴ്ച ആരോഗ്യ വകുപ്പിന് കൈമാറും. കാരണം കാണിക്കൽ നോട്ടീസിനും ഡോക്ടർ ഹാരിസ് തിങ്കളാഴ്ച മറുപടി നൽകും. 5 ദിവസത്തെ അവധിക്ക് ശേഷം ഡോക്ടർ ഹാരിസ് ഇന്ന് തിരികെ ഡ്യൂട്ടിയിലേക്ക്. ആലപ്പുഴയിലെയും ഏറ്റുമാനൂരിലെയും തിരോധാന കേസുകളിൽ നിസ്സഹകരണം തുടർന്ന് പ്രതി സെബാസ്റ്റ്യൻ. കാണാതായ ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയെ പരിചയമുണ്ടെന്ന മാത്രം മൊഴി. ജൈനമ്മയുടെ ഫോൺ എവിടെയെന്നതിൽ ഇരുട്ടിൽ തപ്പി അന്വേഷണ സംഘം. കണ്ടെത്തിയ മൃതദേഹ ഭാഗങ്ങളുടെ DNA പരിശോധനാ ഫലം അടുത്ത ദിവസം ലഭിക്കുമെന്ന പ്രതീക്ഷ. കാസർഗോഡ് 14-കാരനെ +1 വിദ്യാർത്ഥികൾ മർദ്ദിച്ചതായി പരാതി. മർദ്ദനമേറ്റത് കാഞ്ഞങ്ങാട് ബെല്ല സ്കൂളിലെ 10ാം ക്ലാസ്സുകാരന് ക്രൂരമായി മർദ്ദിച്ച ശേഷം വിദ്യാർത്ഥിയെ വഴിയിൽ തള്ളിയെന്ന പരാതിയിൽ. വിദ്യാർത്ഥിയുടെ നാവിനും തലയ്ക്കും താടിയെല്ലിനും പരിക്ക്. അന്വേഷണം ആരംഭിച്ച് ഹോസ്ദുർഗ പോലീസ്. ആലപ്പുഴ നൂറിനാട് അച്ഛനും രണ്ടാനമ്മയും ക്രൂരമായി മർദ്ദിച്ച 4ാം ക്ലാസ്സുകാരിയെ കാണാൻ വിദ്യാഭ്യാസ മന്ത്രി. മുത്തശ്ശിയുടെ സംരക്ഷണത്തിലുള്ള കുഞ്ഞിനെ മന്ത്രി ഇന്ന് സന്ദർശിക്കും. സംഭവത്തിൽ ശിശുക്ഷേമ സമിതി ജില്ലാ ഓഫീസും നൂറിനാട് പോലീസും വിശദ റിപ്പോർട്ട് നൽകും. റിപ്പോർട്ട് ലഭിച്ച ശേഷം ആവശ്യമെങ്കിൽ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ. കുട്ടിയുടെ അച്ഛനും രണ്ടാനമ്മയും പിടിയിലായത് ഇന്നലെ. ഉത്തരാഖണ്ഡ് മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളെ 3 ദിവസത്തിനകം നാട്ടിലെത്തിക്കും. ഗംഗോത്രിയിൽ നിന്ന് ഡെറാഡൂണിലേക്കുള്ള എയർലിഫ്റ്റ് ചെയ്ത സംഘം സുരക്ഷിതർ. പ്രളയത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു. ദുരിതാശ്വാസത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്പർ സിംഗ് ധാമി.